എത്രയോ ആളുകൾ സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, അവരെ കരിയിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത്? എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ സ്വന്തം ഉമ്മയെയും ഉപ്പയെയും തല്ലിച്ചതക്കുന്നത്? സ്വന്തം ജീവിതത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ സമ്പാദിച്ച ആ സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഉപ്പയെയും ഉമ്മയെയും വീട്ടിൽ നിന്നും പടിയടിച്ച് പിണ്ടം വെക്കുന്ന എത്രയോ ആളുകളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നവരല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിക്ക്. ജീവിതകാലത്ത് ഒരുപാട് കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് പിരിയാൻ പോലും വിഷമത്താൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കളെ സ്വത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് നീ കുറച്ചു കാലം ഉപ്പയോട് പറയുന്നുണ്ട് നീ നിങ്ങളെ ജ്യേഷ്ഠന്റെ വീട്ടിൽ പോയിട്ട് നിൽക്ക്, എന്നിട്ട് ഉമ്മയോട് പറയുന്നുണ്ട് പെങ്ങളെ വീട്ടിൽ പോയിട്ട് കുറച്ചു കാലം നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ജീവിതകാലത്ത് പിരിയാൻ ഒരിക്കലും മനസ്സില്ലാത്ത ആ മാതാപിതാക്കളെ പിരിയിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ മാതാവിന്റെയും പിതാവിന്റെയും കണ്ണിൽ നിന്ന് ഉറ്റുവീകുന്ന ആ കണ്ണുനീരിന് ആര് സമാധാനം പറയും? എന്റെ പ്രിയമുള്ളവരെ, ആ കണ്ണുനീര് വീഴ്ത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നീ എത്ര തന്നെ ദുആ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഉമ്മയെയും ഉപ്പയെയും പ്രയാസപ്പെടുത്തിയിട്ട് ഈ ദുനിയാവിൽ എത്ര കൊട്ടാരങ്ങൾ നീ ഉണ്ടാക്കിയാലും, എത്ര കൊട്ടാരങ്ങൾ നീ പടർത്തുയർത്തിയാലും എന്റെ പ്രിയമുള്ള സഹോദരാ, നീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ രക്ഷപ്പെടുത്തുകയില്ല. അതെല്ലാം അധപതനത്തിന്റെ പര്യായമായി മാറും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, എന്റെ ഉപ്പയെയും ഉമ്മയെയും ഞാൻ ബഹുമാനിക്കും, ആദരിക്കും എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്തലത്തിലേക്ക് കടന്നു വരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയെയും ഉപ്പയെയും തിരിച്ചറിയണം. ഇന്നത്തെ കാലഘട്ടം അധപതനത്തിന്റെ പര്യായമായി മാറിപ്പോവുകയാ.